സിംഹാസനപ്പള്ളിയിലെ കാലമാടൻ. സഭാകേസിൽപ്പെട്ട് പള്ളികൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നാണ് യാക്കോബായ സഭയിലെ ചില സുപ്രധാന പള്ളികൾ സിംഹാസന പള്ളികളാക്കി പാത്രിയാർക്കീസിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കിയത്. അപ്രകാരം ഒരു സിംഹാസന പള്ളിയായ വടയാപ്പറമ്പ് സെയിൻറ്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയുടെ നിലവിലെ അവസ്ഥ കേട്ടാലും ഈ പള്ളിക്ക് സ്വന്തമായി ഒരു ലിഖിത ഭരണഘടനയുണ്ട്. ഭരണഘടന പ്രകാരം പൊതുയോഗം തിരഞ്ഞെടുത്ത പള്ളി മാനേജിംഗ് കമ്മിറ്റിയെ മെത്രാൻ ഏകപക്ഷീയമായി പിരിച്ചുവിട്ട് മെത്രാൻ്റെ ശിങ്കിടി കൂടിയായ ഒരു പാതിരിയെ വെച്ച് പള്ളിയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. കുര്യാക്കോസ് ദിയസ്കോറോസ് എന്ന മെത്രാൻ സഭയുടെ കാതോലിക്ക പറഞ്ഞാൽ പോലും ഇയാൾ കേൾക്കില്ല എന്നും വികാരിയായ ബിബി മോളേൽ UK ഉല്ലാസയാത്ര പോയിട്ട് ഇടവക്കാരോ സഹവികാരി പോലും അറിഞ്ഞില്ല എന്ന് പറയുകയാണ് പള്ളി സെക്രട്ടറി കൂടിയായ ഞാൻ ജോബിയാണ്. വടയാപ്പറമ്പ് പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഏത് സഭയുടെ? ഞങ്ങള് യാക്കോബായ സഭയുടെ സിംഹാസന പള്ളികളുടെ ഇതിലുള്ള പള്ളിയാണ്. ഞാൻ ചേട്ടനെ വിളിച്ചത് വേറെ ഒന്നുമല്ല, നമ്മൾ ചേട്ടന് സഭയുടെ കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്നതും പല സഭകളിലും നടക്കുന്ന അനീതികളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് കാണാറുള്ളതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ ഒന്ന് വിളിച്ചത്. വേറെ ഒന്നുമല്ല, നമ്മുടെ പള്ളിക്ക് രജിസ്റ്റർ ചെയ്ത ഒരു ഭരണഘടനയുള്ള ഒരു പള്ളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ 34 ഭരണഘടന, രജിസ്റ്റർ പോലും ചെയ്യാത്ത ഭരണഘടന അനുസരിച്ച് ഞങ്ങളുടെ പള്ളിയുടെ ഏതാണ്ട് 60-ലധികം പള്ളികൾ, ഞങ്ങളുടെ സഭയുടെ 60-ലധികം പള്ളികൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്ത് രജിസ്റ്റർ ചെയ്ത ഭരണഘടന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു പള്ളി, ആ പള്ളിയുടെ ഭരണഘടനയും ഏത് വർഷമാണ് ഇത് രജിസ്റ്റർ ചെയ്ത ഭരണഘടന? ഇത് 2000 രജിസ്റ്റർ ചെയ്ത ഭരണഘടനയാണ്. 2000 ഇന്നിപ്പോ ഏതാണ്ട് 26 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത ഭരണഘടനയാണ്. കാരണം സഭയിൽ പ്രശ്നങ്ങൾ കലുഷിതമായ സമയത്ത് ഞങ്ങളുടെ പള്ളി നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അന്നുണ്ടായിരുന്ന ആളുകൾ ഈ പള്ളി രജിസ്റ്റർ ചെയ്ത്, ഈ പള്ളി അന്ന് കൊച്ചി ഭദ്രാസനത്തിലായിരുന്ന പള്ളിയാണ്, കൊച്ചി ഭദ്രാസനത്തിൽ നിന്ന് സിംഹാസന പള്ളിയിലേക്ക് മാറ്റിയ ഒരു പള്ളിയാണ്. അപ്പോൾ അന്നത്തെ ആളുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പള്ളി ഏതൊക്കെ മെത്രാന്മാര് സഭ മാറിപ്പോയാലും ഈ പള്ളി നഷ്ടപ്പെടരുത്, അത് എന്ത് വിശ്വാസത്തിലോ എന്ത് ഉദ്ദേശത്തിലാണോ സ്ഥാപിച്ചത് അതിൽ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ പള്ളി സിംഹാസന പള്ളിയാക്കിയതും ഞങ്ങളുടെ ഭരണഘടന രജിസ്റ്റർ ചെയ്തതും. പക്ഷേ ഇന്നിപ്പോ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇന്ന് പള്ളി പൊതുയോഗത്തിനോ ഇത് സിംഹാസന പള്ളി ആക്കിയതോടെ സിംഹാസന പള്ളികൾക്ക് നിലവില് ഒരു ഭരണഘടന ഇല്ല, ഒരു സിസ്റ്റം ഇല്ല. അവിടെ മെത്രാപ്പൊലീത്ത എന്ത് പറയുന്നോ അതാണ് അവിടുത്തെ നിയമം. അവിടുത്തെ മെത്രാൻ ആരാ? ഇവിടെ ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ ദിയസ്കോറോസ് എന്ന് പറയുന്ന തിരുമേനിയാണ്. അദ്ദേഹം മലയക്കുരിശിലാണ് ഇരിക്കുന്നത്. അപ്പോ അതിൽ സംഭവം എന്താന്ന് വെച്ചാൽ, ഇവിടെ ഒരു സിസ്റ്റം ഇല്ല, ജനങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല. തിരുമേനി എന്ത് പറയുന്നോ അല്ലെങ്കിൽ തിരുമേനിക്ക് വേണ്ടപ്പെട്ടവർ എന്ത് പറയുന്നോ അതനുസരിച്ചാണ് പോകുന്നത്. ഇപ്പൊ പള്ളിക്ക് ഒരു ഭരണഘടനയുണ്ട്. മെത്രാനും വികാരിയും ഒറ്റ കൈയാണോ? അതെ 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 അതെ. അപ്പൊ മെത്രാപ്പൊലീത്ത പറയുന്നത് കേൾക്കാനേ വികാരിക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ വികാരി തെറിക്കും. കാലാകാലങ്ങളിൽ അവിടെ ട്രാൻസ്ഫർ ചെയ്യത്തില്ല വികാരിമാരെ? പരമാവധി 3 വർഷത്തിൽ കൂടുതൽ ഒരിടത്ത് ഇരുത്തുവോ? അതാണ് വളരെ രസകരമായ കാര്യം. ഞങ്ങളുടെ പള്ളിയിൽ കഴിഞ്ഞ 18 വർഷമായിട്ട് ഒരു വികാരിയാണ് തുടരുന്നത്. ഇദ്ദേഹത്തെ ഈ ഇടവകയിൽ നിന്ന് മാറ്റിത്തരണം എന്ന് കാണിച്ച് ഞങ്ങൾ പാത്രികീസ് ബാവയ്ക്ക് പരാതി കൊടുത്തു, മെത്രാപ്പൊലീത്തയ്ക്ക് പരാതി കൊടുത്തു. വേറങ്ങ് ഇറങ്ങി പാതാളം വരെ ചെന്ന് കാണുമല്ലോ. എന്ത് പറയാനാ, ഞങ്ങളുടെ വിധി അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നിങ്ങളുടെ പള്ളിയുടെ ഭരണസമിതി സ്ട്രോങ് അല്ലാത്തത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത്? ഭരണസമിതിയെ അസ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ പൊതുയോഗം അച്ഛൻ, അതായത് ഈ വികാരി അച്ഛൻ ഏതാനും ചില ആളുകളും പള്ളിയിലെ ഏതാനും ചില ആളുകളോട് കൂടി ഒത്തുകളിച്ച് ആ പൊതുയോഗം പിരിച്ചുവിട്ടു ഇദ്ദേഹം. കാരണം ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇദ്ദേഹത്തിന്റെ തീരുമാനത്തിനെതിരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പൊതുയോഗം പിരിച്ചുവിട്ടു. ഒരു സ്ത്രീയുടെ ഇടവകാംഗത്വം സംബന്ധിച്ചുള്ള തർക്കവിഷയമായിരുന്നു. ഇടവകാംഗത്വം സംബന്ധിച്ച് തർക്കവിഷയം എന്ന് പറഞ്ഞാൽ, ഒരു 21 വർഷം മുമ്പ് ഒരു ഹൈന്ദവനായ ഒരു പുരുഷനെ വിവാഹം കഴിച്ച ഒരു സ്ത്രീ ഞങ്ങളുടെ ഇടവകയിലുണ്ട്. അവര് ക്രിസ്തീയ വിശ്വാസത്തിൽ തുടരുന്നു. അവർ ഇന്ത്യൻ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിച്ച സ്ത്രീയാണ്. അപ്പോൾ അവര് സഭയിൽ ഞങ്ങളുടെ പള്ളിയിലും വിശ്വാസത്തിൽ തുടർന്നവരെയാണ്. അവര് ഈ കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന അനുഭവിക്കുന്നു, പള്ളിയുടെ ഭോഗങ്ങളെല്ലാം കൊടുക്കുന്നു. അവരുടെ പേരിലാണ്, അവരുടെ വീട്ടിന്റെ മെമ്പർഷിപ്പ് അവരുടെ പിതാവിന്റെ പേരിലാണ്. അവരുടെ പിതാവിന് എന്റെ റേഷൻ കാർഡിലെ പേര് പോലും ഈ സ്ത്രീയുടെ ഇതിലാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ തുടർന്നു വരുന്നു. നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് ഒരിക്കൽ മാമോദിസ മുങ്ങിയ അവൻ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഇവര് ഹൈന്ദവനായ ഒരു ആളെ വിവാഹം കഴിച്ചു, അയാളുടെ വിശ്വാസത്തിൽ തുടരുന്നു. സ്ത്രീ ക്രൈസ്തവ വിശ്വാസത്തിലും തുടരുന്നു. വനിതാ സമാജത്തിലുണ്ട്. വനിതാ സമാജത്തിൽ അംഗമാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വികാരി കൊടുത്ത ഒരു ലെറ്റർ പോലും ഉണ്ട് 2-3 വർഷം മുമ്പ് കൊടുത്ത്. പക്ഷെ ഇപ്പോ ഇവരോടുള്ള വ്യക്തിവിരോധത്തിന്റെ പുറത്ത് ഏതാനും ചില ആളുകളും കൂടി സഹകരിച്ച് ഒരു ഒപ്പിട്ട് പരാതി കൊടുത്തിരിക്കുകയാണ്, ഇവരെ പള്ളിയിൽ നിന്ന് മാറ്റണം എന്നും പറഞ്ഞ്. അപ്പോൾ പൊതുയോഗം മാനേജിംഗ് കമ്മിറ്റിയും ഒന്നടങ്കം ഒരു സ്റ്റാൻഡ് എടുത്തു. നമ്മളുടെ ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് ഏത് മനുഷ്യനെയും വിവാഹം കഴിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്ത്രീക്ക് അവരുടേതായ റൈറ്റ് ഉണ്ട്. അവർക്ക് താല്പര്യമുള്ളിടത്തോളം കാലം ഈ പറയുന്ന
സഭ നിഷ്കർഷിക്കുന്ന സകല കാര്യങ്ങളും ചെയ്ത മുറയ്ക്ക് അവരെ മാറ്റാൻ ഒരാൾക്കും അധികാരമില്ല. ഒരു മെത്രാപ്പോലിത്തയ്ക്കും ഇല്ല, ഒരു സഭയുടെ അധ്യക്ഷനും ഇല്ല, ആർക്കുമില്ല എന്നുള്ള സുപ്രീം കോടതി വിധി ഇവിടെ ഉണ്ട്. ചേട്ടാ, ഇതിൽ രസം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അവർ കുമ്പസാരിക്കാനായിട്ട് പള്ളിയിൽ വന്നു. ഒരു ക്രിസ്ത്യാനി കുമ്പസാരിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി കുമ്പസാരിക്കാനായിട്ട് വന്നാൽ നീ ഏത് കത്തോലിക്കനാണോ, യാക്കോബായക്കാരനാണോ, ഓർത്തഡോക്സുകാരനാണോ എന്ന് ചോദിച്ചിട്ടില്ല അച്ഛൻ കുമ്പസാരിപ്പിക്കണ്ടേ. അച്ഛന്റെ മുന്നിൽ കുമ്പസാരിക്കാൻ മുട്ടുകുത്തിയ ആളോട് നിങ്ങളെ കുമ്പസാരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എണീപ്പിച്ചു വിട്ടു. അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടായി. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് ഫാദർ ജേക്കബ് ഏലിയാസ് എന്നാണ്. ഞങ്ങൾ 18 വർഷമായിട്ട് അവിടെ തുടരുന്നത്. അതെ, ഇപ്പൊ അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം ഇപ്പോ UK യിലാണ്. അദ്ദേഹം കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് അദ്ദേഹം UK ക്ക് ഒരു ട്രിപ്പ് പോയതായിട്ട് പറയപ്പെടുന്നു. അദ്ദേഹം ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഒരു സ്റ്റാറ്റസ് ഇടുമ്പോഴാണ് ഞങ്ങൾ പള്ളിക്കാർ അറിയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഏതും ഒരു ഏറ്റവും ലോവർ ഗ്രേഡിലുള്ള ഒരാളായിക്കോട്ടെ, അയാൾ ഒരു ലീവിൽ പോകുമ്പോൾ ആ സ്ഥാപനത്തിലൊന്നും അറിയിക്കില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവക്കാർക്ക് അത് കഴിവില്ലാഞ്ഞിട്ടല്ലേ ഈ ഇടവക വികാരി ഇതുപോലെ കഴിഞ്ഞത്? അയാള് അവിടെ നിങ്ങളുടെ പള്ളിയുടെ പടി ഔട്ടത്തില്ല, നിങ്ങളുടെ ഇടവക്കാർക്ക് എന്തെങ്കിലും ഒരു ആംബിയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഇടവക വികാരി നിങ്ങളുടെ പള്ളിയുടെ മുറ്റത്ത് കാലി ഔട്ടില്ല. അത് ഏത് മെത്രാൻ പിടിയുണ്ടെന്നും 6 പിടിയുണ്ടെന്ന് പറഞ്ഞാലും ഇടവക്കാർ ഒരു 4 പേര് സ്ട്രോങ് ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുമോ? നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു വളരെ സാധാരണക്കാരും വളരെ എന്താ പറയാ, വളരെ ഒരു നാട്ടിൻപുറത്തുള്ള ഒരു പള്ളിയാണ്. എത്ര പേരുണ്ട് അവിടെ? ഇടവക്കാർ എത്ര പേരുണ്ട്? 156 വീടുകളുണ്ട്. 156 വീടുകൾ. ചെറിയൊരു ഇടവകയാണ്. സഭാ നേതൃത്വത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ പല ആളുകളും പള്ളിയിലേക്ക് വരുന്നില്ല. വരുന്ന ആളുകൾ തന്നെ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പിന്നെ ആരെങ്കിലും ഇതിനെതിരെ ശബ്ദം ഉയർത്തിയാൽ അവരെ നേതൃത്വത്തേക്ക് ഇവർ അംഗീകരിക്കുന്നുണ്ടോ? അതോ സഭ നേതൃത്വത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചിട്ടാണോ ഇത്? അതോ ഒരു സെൽഫ് സ്റ്റൈൽഡ് ആയിട്ട് മെത്രാന്റെ കേന്ദ്ര ഭരണത്തിന് കീഴിലാണോ ഇത് പോകുന്നത്? കാതോലിക്ക ബാവയ്ക്ക് ഇതിലൊരു റോളുമില്ല. കാതോലിക്ക ബാവ, അതായത് ശ്രേഷ്ഠ ബാവ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അനുസരിക്കില്ല, ഈ മെത്രാപ്പൊലീത്ത അനുസരിക്കില്ല. ഞങ്ങൾ പലവട്ടം ശ്രേഷ്ഠ ബാവയെ കണ്ടു. പാത്രിക്കീസ് ബാവയ്ക്ക് ഏതാണ്ട് ഒരു 6-7 തവണ ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് വന്നത്, പാത്രിക്കീസ് ബാവ ഇതിനെപ്പറ്റി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അന്വേഷണത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മളപ്പോ അതിന്റെ വിശദ വിവരങ്ങളൊക്കെ പാത്രിക്കീസ് ഇനി ഇടവക വിശ്വാസികളുടെ ഒരു പ്ലാൻ എന്താണ്? ഇടവക വിശ്വാസികളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഈ മെത്രാപ്പൊലീത്തയുടെ കീഴിൽ ഞങ്ങൾക്ക് ഒരു കാരണവശാലും നീതി ലഭിക്കാനായിട്ടുള്ള സാധ്യതയില്ല. ഒരു കാരണവശാലും ഞങ്ങളുടെ സഭയ്ക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടവകയ്ക്ക് നീതി ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം ഈ മെത്രാപ്പൊലീത്തയുടെ കീഴിൽ നിന്നും ഞങ്ങളെ ഏതെങ്കിലും സഭയിൽ, അതായത് യാക്കോബായ സഭയിലെ ഏതെങ്കിലും മെത്രാപ്പൊലീത്തയുടെ കീഴിലേക്ക് മാറ്റണം എന്ന് മാത്രം ഒരു അപേക്ഷയുള്ളൂ ഞങ്ങൾക്ക്. അല്ല, നിങ്ങൾ നിയമപരമായിട്ട് ഇത്തരത്തിലുള്ള, അതായത് കൃത്യമായി ആ ഇടവകയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടെന്നിരിക്കെ ആ ഭരണഘടനയെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ 2 വ്യക്തികൾ, മെത്രാനും വികാരിയും ചേർന്ന് ഇത്തരത്തിലുള്ള ഇടവക ജനങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്നു എന്നത് കാട്ടി, കൃത്യമായ ഈ കാര്യങ്ങൾ കാട്ടി നിങ്ങളൊരു നിയമപരമായ കാര്യങ്ങൾക്ക് പോകാത്തത്? നിങ്ങൾ പറഞ്ഞത് ഒരു രീതിയിൽ ശരിയാണ്. പക്ഷെ ഇന്നിപ്പം നമ്മൾ നോക്കിയാൽ സഭയിൽ കേസുകളും പ്രശ്നങ്ങളുമായിട്ട് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും ഞങ്ങളൊരു കേസിന് പോയി കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞങ്ങളുടെ ഒരു ചെറിയ ഇടവകയാണ്, അതില് നിങ്ങളുടെ ഈ സഭാമുഖങ്ങളുടെ ഈ ഒരു മനസ്സ് പോലും ഇവർക്ക് ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത്തരം ഈ വിശ്വാസികൾ ഉണ്ടെങ്കിലല്ലേ ഈ മെത്രാനും വികാരിയും ഒക്കെ ഉള്ളൂ എന്നൊരു ബോധ്യമെങ്കിലും ഇവർക്ക് വേണ്ടേ? തീർച്ചയായിട്ടും. ഈ വിശ്വാസം ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ല, ഈ മെത്രാൻ സ്ഥാനവും വികാരി സ്ഥാനവും UK ട്രിപ്പും ഒക്കെ ഒന്നുമില്ല എന്ന് ഇവർ മനസ്സിലാക്കണ്ടേ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഒരു പെരുന്നാൾ നടത്താനായിട്ട് 27 ആളുകൾ കൂടി ഒരു പെരുന്നാള്, ഗീവർഗീസ് സഭയുടെ പെരുന്നാളിന് മുന്നോട്ട് വന്നു. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തി. സഭയിലെ തിരുമേനിമാരെ ഞങ്ങൾ വിളിച്ചു. ശ്രേഷ്ഠ ബാവ പള്ളിയിൽ എഴുന്നള്ളി വരാമെന്ന് സമ്മതിച്ചു. ഇതെല്ലാം ഞങ്ങൾ ഒരുക്കങ്ങൾ നടത്തിയിട്ട് ഈ തിരുമേനിമാരെ ഔദ്യോഗികമായിട്ടൊന്ന് വിളിക്കണമല്ലോ. ഒരു വികാരി വിളിക്കാതെ ഒരു ബിഷപ്പും പള്ളിയിൽ വരില്ല. അതൊരു പ്രോട്ടോകോളാണ്. ഈ അച്ഛനോട് അതൊന്ന് വിളിക്കാൻ ആവശ്യപ്പെട്ടിട്ട് അച്ഛൻ അത് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പെരുന്നാളിൽ നിന്നും പിന്മാറേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വളരെ ധിക്കാരപരമായ ഒരു സമീപനമാണ് ഇടവക വികാരിയുടേത്. തീർച്ചയായിട്ടും ധിക്കാരപരമായ തീരുമാനമാണ്. അദ്ദേഹത്തെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കേട്ടരുത് എന്നാണ് ഭൂരിപക്ഷ ആൾക്കാരുടെ അഭിപ്രായം. ഇനി നിങ്ങൾ തുടർ നടപടികൾ എന്താണ് വിശ്വാസികളുടെ ഒരു ആവശ്യവും ഒരു തുടർ നടപടിയും എന്താന്ന് പറഞ്ഞു? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. ഒരു രീതിയിൽ ആദ്യം പറഞ്ഞ പോലെ കായികമായിട്ട് നേരിടാനുള്ള താല്പര്യമില്ല. കാരണം നമ്മളെല്ലാവരും പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം കിട്ടുന്ന ഒരു കാര്യം നമ്മൾ ഡിവോട്ട് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന. അപ്പൊ അതിനിടയ്ക്ക് പോയിട്ട് ഇദ്ദേഹത്തെ തടഞ്ഞ് അല്ലെങ്കിൽ കേസും ബഹളമായിട്ട് പോകാനുള്ള താല്പര്യമില്ല. കാരണം ഒരു ക്രിസ്തീയ സ്ഥാപനത്തിൽ ചെയ്യേണ്ട നടപടിയല്ലോ അത്. ആ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ആ ഒരു വകതിരിവ് കാണിച്ച് അവിടെ ചെയ്യേണ്ട ന്യായമായ കാര്യത്തിന്റെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്.
അപ്പോൾ അതില്ലാതെ വന്നപ്പോഴാണ് പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോ എന്ത് വേണം എന്നുള്ളത് ആളുകൾ കൂടി, കാരണം പൊതുയോഗം വിളിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. 97 ആളുകൾ, അതായത് പൊതുയോഗത്തിൽ ഇരിക്കാൻ യോഗ്യരായ 155 ആളുകളിൽ 97 പേര് ഒപ്പിട്ട ഒരു അപേക്ഷ കൊടുത്തു. പൊതുയോഗം വിളിക്കണം, ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കണം. വിളിക്കത്തില്ല. പൊതുയോഗം തിരഞ്ഞെടുത്ത ഒരു മാനേജിംഗ് കമ്മിറ്റിയെ അച്ഛൻ അംഗീകരിക്കില്ല. കഴിഞ്ഞ ഒരു 3 മാനേജിംഗ് കമ്മിറ്റി വിളിച്ചു. അച്ഛനെ അറിയിച്ചിട്ട് വിളിച്ച മാനേജിംഗ് കമ്മിറ്റികളിലൊന്നും അച്ഛൻ പങ്കെടുക്കില്ല. ഞങ്ങൾ എടുക്കുന്ന തീരുമാനം പള്ളിയിൽ വിളിച്ചു പറയില്ല. ഈ രീതിയിൽ ഇത് എവിടുത്തെ ക്രിസ്തീയതയാ? എങ്ങനെ നമുക്ക് ഒരു ക്രിസ്തീയ സഭ എന്നൊക്കെ പറയുമ്പോൾ അതൊരു മാതൃകയായിരിക്കണ്ടേ? എങ്ങനെ ഇത് മുന്നോട്ട് പോകാൻ പറ്റും ഈ രീതിയിൽ? അതിൽ ഒരു മെത്രാപ്പൊലീത്തമാരും ഇടപെടുന്നില്ല. ബാവ പോലും ഇടപെടാൻ പേടിയാണ്. പാത്രികീസ് ബാവയ്ക്ക് ബില്ലുകൾ അയച്ചിട്ടാണ് ഇപ്പോൾ ഒരു എൻക്വയറി എങ്കിലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇത്ര ശുദ്ധ മാടമ്പിത്തരാണ് നടക്കുന്നത് പല സ്ഥലങ്ങളും. സിംഹാസന പള്ളിയിലെ ഈ കാലമാടൻ മെത്രാൻ ദിയസ്കോറോസും ശിങ്കിടിയായ ബിബി പാദ്രിയും ചേർന്ന് നടത്തിയ വിക്രയകൾ അടുത്ത ദിവസം കേൾക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.